UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉഷ എൻ നായർ മാത്രമാണ് പഞ്ചായത്തിലെത്തിയത്. പിന്നാലെ ക്വാറം തികയാത്തതിനാൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പെരിയ ഇരട്ടക്കൊലപാതകങ്ങൾക്ക് ശേഷം UDF തിരിച്ചുപിടിച്ച പഞ്ചായത്തായിരുന്നു പുല്ലൂർ പെരിയ. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടാകാൻ കാരണം? നമ്മൾ പറഞ്ഞതുപോലെ ഈ കൊലപാതകത്തിനൊക്കെ ശേഷം UDF തിരിച്ചുപിടിച്ച പഞ്ചായത്തിൽ ഈ ദിവസം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അനുജ, പുല്ലൂർ പെരിയ പഞ്ചായത്തിലാണ് ഇപ്പോൾ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. UDFന്റെ അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ആദ്യഘട്ടത്തിൽ ഉഷ എൻ നായരെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പിന്നീട് 2 ദിവസം മുൻപ് ആദ്യം കാർത്തിയായനെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ 2 ദിവസം മുൻപ് ഉഷ എൻ നായരെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് കോൺഗ്രസ് മെമ്പർമാർക്കിടയിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടവരുത്തി. ഇപ്പോൾ ഇതാ 9 LDFന്റെ മെമ്പർമാർ മാത്രമാണ് ഇവിടേക്ക് എത്തിയത്. BJPയുടെ മെമ്പർ വിട്ടുനിൽക്കുകയും ചെയ്തു. കോറം തികയാത്തതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. CPM നേതാക്കൾ ഉൾപ്പെടെ നമുക്കിപ്പം ചേരുകയാണ്. സംഭവിച്ചു ഇന്നിവിടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ജനാധിപത്യ ധ്വംസനമാണ് നടന്നിട്ടുള്ളത്. ഇന്ന് നടക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് UDFലെ അധികാര തർക്കത്തിൻ്റെ ഭാഗമായി അതിന് സഹായകരമായിട്ടുള്ള നിലപാടാണ് ഈ പഞ്ചായത്തിൽ നിന്ന് 11ാം വാർഡിൽ നിന്ന് ജയിച്ചിട്ടുള്ള BJPയുടെ അംഗവും സ്വീകരിച്ചിട്ടുള്ളത്. LDFന് 9, UDFന് 9, ഒരു സീറ്റ് BJPയുമാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. LDFന്റെ 9 അംഗങ്ങളും രാവിലെ തന്നെ ഇവിടെ എത്തി തെരഞ്ഞെടുപ്പിന് വേണ്ടി പഞ്ചായത്ത് ഹാളിൽ ഹാജരായി. BJPയുടെ അംഗം ഇവിടെ വന്നിട്ട് മുങ്ങുകയാണ് ചെയ്തത്. UDFന്റെ 9 ആളുകൾ വരാത്തത് കൊണ്ട് UDFനെ സഹായിക്കാൻ വേണ്ടി BJPയുടെ അംഗം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ ഇവിടെ നിന്ന് മുങ്ങിയത് നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ എല്ലാ കാലത്തും പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ UDFും BJPയും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള തെളിവാണ് ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കോൺഗ്രസിനകത്തുള്ള അധികാര തർക്കം ആണ് ഈ പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ LDF ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 7 സീറ്റായിരുന്നു ഇവിടെ ഉണ്ടായത്. UDFന് 9 സീറ്റായിരുന്നു, ഒരു സീറ്റ് BJPക്കായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ UDFിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്തു. ജില്ലാ പഞ്ചായത്ത്, ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ ജില്ലാ പഞ്ചായത്ത് വാർഡും LDF ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ LDF ജയിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 9 സീറ്റുകൾ ജയിച്ചു. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം വോട്ടിൻ്റെ ഷെയർ എടുത്തു നോക്കിയാൽ LDF ആണ് മുന്നിലുള്ളത്. എന്നാൽ ആ ജനവിധിയെ മാനിക്കാതെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് BJP സ്വീകരിച്ചിട്ടുള്ളത്. ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.